മലയാളി ചാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ ബ്രഹ്മകുളം സെയിന്റ് തോമസ് ചർച്ചിലാണ്. ഈ ഇടവകയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. രൂപതയിൽ തന്നെ എ ഗ്രേഡ് കിട്ടിയ ഒരു യൂണിറ്റ് കൂടിയാണ് ഇത്. നമുക്ക് അവിടുത്തെ കുട്ടികളോടൊപ്പമായിരിക്കാം. അവർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗോ വിത്ത് ജീസസ് ആൻഡ് ലെറ്റ്സ് ചാറ്റ് വിത്ത് ജീസസ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ബ്രഹ്മകുളം സെയിന്റ് തോമസ് ചർച്ചിന്റെ വികാരി ഫാദർ ഡേവിസ് പനകുളത്തിനെയാണ്. നമുക്ക് അച്ഛനെ ഒന്ന് കേട്ടാലോ. അച്ഛാ സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, നമ്മുടെ അച്ഛനെ കുറിച്ചും ഈ ദേവാലയത്തിനെ കുറിച്ചും അതുപോലെ നമ്മുടെ മക്കളെ കുറിച്ചും അച്ഛൻ ഞങ്ങൾ ശാലവുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ പട്ടം കെട്ടിയിട്ട് 32 വർഷം കഴിഞ്ഞു. 33ാമത്തെ വർഷമാണിത്. ഓക്കെ. മനക്കൊടി, മരുട്ടിച്ചാറ്, മാനാമംഗലം, മച്ചാട്, മണൂർ, ഇങ്ങനെ മാന്ന് തുടങ്ങുന്ന പള്ളികളാണ് ഞാൻ അധികം ഇരുന്നിട്ടുള്ളത്. പിതാവിന് അക്കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം. മുണ്ടൂര്, മുല്ലശ്ശേരി, ഇപ്പോൾ ഇവിടെ ബ്രഹ്മകുളം പള്ളിയിൽ ഏകദേശം 15ഓളം പള്ളികളിൽ ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. ഈ ബ്രഹ്മകുളം ഇടവയെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണിത്. ഒന്ന്, ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ബ്രഹ്മകുളം ഇടവക. പാലയൂർ പള്ളിയുടെ ഭാഗമായിരുന്നു ബ്രഹ്മകുളം ഇടവക. 1929 ഫെബ്രുവരി 5-ാം തീയതിയാണ് ഇവിടെ ഒരു പള്ളി സ്ഥാപിതമാകുന്നത്. അന്നൊരു 131 വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് വീടുകളുള്ളൂ. ഇപ്പം 620-ലേറെ വീടുകൾ, 625ഓളം വീടുകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. മനസ്സിലായി. അതുപോലെ വളരെ ചിട്ടയും ക്രമത്തിലൊക്കെ പോകുന്ന എല്ലാം ഒരു ഓർഡർ. അതിൻ്റെ പഴക്കം ഒരു 96ാമത്തെ വർഷമാണിത്. ഫെബ്രുവരി 5-ാം തീയതി എന്ന് പറയുമ്പോൾ പഴക്കമുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫെയ്ത്ത് ഫോർമേഷനൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ ഞങ്ങൾക്ക് ഇടവയിൽ ഏറ്റവും നല്ല അതിരൂപതയിൽ തന്നെ ഏറ്റവും നല്ല യൂണിറ്റിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിശ്വാസ പരിശീലന സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ ഇടവയുടെ പൊതുവായിട്ടുള്ള വളർച്ചയുടെ പ്രവർത്തനങ്ങളിലൊക്കെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് നമുക്കുള്ളത്. 400ഓളം കുട്ടികൾ നമുക്ക് വിശ്വാസ പരിശീലനത്തിന് നമുക്ക് ഉണ്ട്. 37 അധ്യാപകരുണ്ട് കാറ്റഗറി സ്റ്റാഫായിട്ട്. എല്ലാം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു ഗുണം. അതുപോലെ നല്ല വിശ്വാസമുള്ള അധ്യാപകരുമാണ്. കുട്ടികളെ എല്ലാ വർഷവും മിഷന് സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിഷൻ ഫെസ്റ്റ്, ഫുഡ് ഫെസ്റ്റ് ഇതൊക്കെ നടത്താറുണ്ട്. ഇപ്രാവശ്യം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബിരിയാണി ചലഞ്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു പ്രത്യേക ദിവസമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ബിരിയാണി ചലഞ്ച് അവർ തന്നെ അതിനുവേണ്ടി ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതെ. അപ്പോൾ മിഷന്റെ ഒരു ഭാഗമായിട്ട് അതെ മിഷന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും 1 ലക്ഷം രൂപയെങ്കിലും കൊടുക്കുക എന്നുള്ള കൊടുക്കാനുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്രാവശ്യം സാഗർ മിഷനെ സഹായിക്കാനാണ് ഞങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേണ്ടുള്ള പരിശ്രമങ്ങളൊക്കെ അത് നടക്കുന്നുണ്ട്. നമുക്ക് പോയാൽ അവിടെ ബിരിയാണിയുടെ അതിൻ്റെ സ്ഥലത്തേക്ക് നമുക്ക് പോയി ഇത് കാണാം. ഏതായാലും നിങ്ങൾ ഈ ദിവസം വന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ബ്രഹ്മകുളം സെന്റ് തോമസ് ഇടവകയിലേക്ക്. താങ്ക് യു. അതിരൂപതയിലെ തന്നെ ഏറ്റവും നല്ല യൂണിറ്റായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ പങ്കുചേരാനും കുട്ടികളെ കണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് പിതാവ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വരവ് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അഭിയുന്ന പിതാവിന് ഏറെ സ്നേഹത്തോടുകൂടെ ഞങ്ങളുടെ
ഈ വിശ്വാസ പരിശീലന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തൃശ്ശൂർ അതിരൂപതയിലെ ഏറ്റവും നല്ല കാറ്റഗിസം യൂണിറ്റ് ആയിട്ട് ബ്രഹ്മകുളം ഇടവകയിലെ കാറ്റഗിസം കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാറ്റഗിസത്തിലെ എല്ലാ കുട്ടികൾക്കും പ്രത്യേകമായ വിധത്തിൽ അനുമോദനങ്ങൾ. അവരെ പരിശീലിപ്പിച്ച പ്രധാന അധ്യാപകർക്കും സിസ്റ്റേഴ്സിനും വളരെ പ്രത്യേകിച്ച് വികാരിയച്ചനും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം അനുമോദനങ്ങൾ നേരുന്നു. ഇതോടനുബന്ധിച്ച് ഷാലോം TV-യുടെ സൺഡേ ചാറ്റ് എന്ന പ്രോഗ്രാം ഈ ബ്രഹ്മകുളത്ത് വെച്ച് തന്നെ നിങ്ങൾ ആരംഭം കുറിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. ഷാലോം TV-യുടെ എല്ലാ പ്രേക്ഷകർക്കും വിശ്വാസ പരിശീലനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഈ പ്രത്യേകമായ വിധത്തിലുള്ള നിങ്ങളുടെ പ്രോഗ്രാമിന് വിജയാശംസകൾ നേരുന്നു. എന്തിനാ കാറ്റഗിസം പഠിക്കണേ? ഈശോയെ അറിയാൻ. വികാരിച്ച ഈ ഉത്തരം ശരിയല്ലേ? ശരിയാണ്. നിങ്ങൾ അറിഞ്ഞ ഈശോ ആരാണ്? ദൈവപുത്രനാണ്. പിന്നെ നല്ല ഇടയനാണ്. പിന്നെ നമ്മുടെ രക്ഷകനാണ്. പിന്നെ പിതാവാണ്. അപ്പോൾ നിങ്ങളോട് അടുത്ത ചോദ്യമാണ്, നിങ്ങൾ ഈശോയുടെ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടോ? ഈശോ പറഞ്ഞെന്താ? സുവിശേഷം പ്രസംഗിക്കാത്ത ഒരാളും ക്രിസ്ത്യാനിയല്ല. നിങ്ങൾ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടോ? ക്രിസ്ത്യാനികളാണോ? സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടോ? ഈശോയെ കുറിച്ച് ആരോടെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉണ്ണിയോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ കാറ്റഗിസം വിശ്വാസ പരിശീലനം ലക്ഷ്യങ്ങൾ 3 1 ഈശോയെ അറിയാൻ, 2 ഈശോയെ അനുഗമിക്കാൻ, 3 ഈശോയെ അറിയിക്കാൻ. അപ്പോൾ 3 ലക്ഷ്യങ്ങൾ. അപ്പോൾ ഈശോയെ അനുഗമിക്കണമെങ്കിൽ ഈശോ പറഞ്ഞ പോലെ ജീവിക്കണം, ഈശോയെ അനുസരിക്കണം, ഈശോയെ അനുഭവിക്കണം. അപ്പോൾ അതൊക്കെ വേണ്ടി വരും. അപ്പോൾ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടുത്തെ കാറ്റഗിസം. അങ്ങനെ നല്ല കാറ്റഗിസം കുട്ടികളായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുഞ്ചിരിയെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ സെന്റ് തോമസിന്റെ മക്കൾ ഒരുങ്ങിയിരിക്കുന്നത്. നമുക്ക് അവരുടെ ഇടയിലേക്ക് പോയിട്ട് നമുക്ക് പുഞ്ചിരിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാം. സോ പ്രൈസ് സങ്കീർത്തനങ്ങളിൽ സന്തോഷത്തോടെയുള്ള ഹൃദയം മുഖത്തെ പുഞ്ചിരി പോലെയെന്ന് പറയുന്നു. ഇതിനർത്ഥം എന്താണെന്നാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക? അതിപ്പോൾ നമ്മൾ പൊതുവെ കേട്ടുള്ളൊരു കാര്യമാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നുള്ളത്. അപ്പോൾ ഹൃദയം സന്തോഷപൂർണ്ണമായിട്ടിരിക്കുമ്പോൾ അത് നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും. നമ്മൾ ഉള്ളിൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ പുറത്തിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിന് വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ സാഡായിട്ടിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ ഹാപ്പിയാണെന്ന് നമ്മുടെ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ഫേസിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ഫേസിൽ പുഞ്ചിരി ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണെന്ന് അതിൻ്റെ അർത്ഥം. ഇതിനോട് കൂടെ കൂട്ടിച്ചേർത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മനസ്സിൻ്റെ നിഷ്കളങ്കതയാണ് നമ്മുടെ പുറത്ത് പ്രതിധ്വനിക്കുക. നമ്മുടെ മുഖത്ത് എന്താണോ കാണുന്നത് അത് ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കും. മോള് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ എന്താണോ, നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഭാവങ്ങളായിരിക്കും നമ്മുടെ മുഖത്തുണ്ടാവുക. അപ്പം നമ്മുടെ ഉള്ളിൽ എത്രത്തോളം നിഷ്കളങ്കതയുണ്ടോ അത്രത്തോളം പുഞ്ചിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല നമ്മുടെ പുഞ്ചിരി മറ്റുള്ളവർക്ക് ആ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാനും നമുക്ക് കഴിയുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. യേശു ക്രിസ്തു പലപ്പോഴും പുഞ്ചിരിയോടെയാണ് ആളുകളെ കണ്ടിട്ടുള്ളത്. ആണോ? ദൈവപുത്രൻ സ്നേഹം തന്നെയാണ്. ഗോഡ് ഈസ് ലവ്. ഇതാർക്കൊന്ന് വിശദീകരിക്കാൻ സാധിക്കുക? യേശുക്രിസ്തു എപ്പോഴും പുഞ്ചിരിയോട് കൂടിയാണ് ബൈബിളിൽ എപ്പോഴും യേശുക്രിസ്തുവിനെ നമ്മൾ കാണാറുള്ളത്. യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിനോട് പോലും പുഞ്ചിരിയോട് കൂടിയാണ് യേശു പെരുമാറിയത്. യൂദാസാണ് യേശുക്രിസ്തുവിനെ തന്നെ ഒറ്റുകൊടുക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടും സ്നേഹിത ചുംബനം കൊണ്ടു നീ എന്നെ ഒറ്റുകൊടുത്തത് എന്നാണ് യേശു ചോദിച്ചത്. യേശു ഒരിക്കലും യൂദാസിനോട് ദേഷ്യപ്പെട്ടിട്ടില്ല. പിന്നെ തന്നെ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരുന്ന ഫരിസേയർ ഇവരോടൊക്കെ ഈശോ പുഞ്ചിരിയോട് കൂടി തന്നെയാണ് പെരുമാറിയിരുന്നത്. ഒരിക്കലും തന്നെ സംശയിച്ചവരോടും ഒന്നും ഈശോ ദേഷ്യത്തോടു കൂടി പെരുമാറിയിട്ടില്ല. ഹൃദയത്തിൽ പരിശുദ്ധിയുള്ളവർക്ക് ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉള്ളിൽ സ്നേഹം നിറഞ്ഞവർക്കാണ് ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുകൊടുക്കാനും കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു നിറയെ സ്നേഹമായിരുന്നു. ആ സ്നേഹമാണ് യേശുക്രിസ്തു ചുറ്റിലും ഉള്ളവരിൽ പടർത്തിയത്.
നല്ലൊരു കൈയടി കൊടുക്കാം. നല്ലൊരു ആശയമാണ് അത് പങ്കുവച്ചിട്ടുള്ളത്. കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈശോ നമ്മുടെ അടുത്തോടെ പോകുന്നതോ അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വിഷമഘട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ ആരാധനയുടെ മുമ്പിലിരിക്കുമ്പോഴോ കൊന്ത് ചൊല്ലുമ്പോഴോ ഈശോ നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയുള്ള അനുഭവമുള്ള ആരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിലുണ്ടോ? അവിടെ ഒരു മോനുണ്ട്. മോനൊന്ന് ഫ്രണ്ടിലേക്ക് വന്നോ. ഇവിടെ ഞങ്ങൾക്ക് പരിശീലനത്തിനായി ക്രിസ്ഡോമസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമായിട്ട് പ്രത്യേക പരിപാടിയായിട്ടാണ് നടത്തിയത്. അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് ഇവിടെ ഗ്ലോറിയ പാലസ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ ഒരു മെൻ്റലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യനായിട്ടൊരാളാണ്. അദ്ദേഹം വന്ന് ഒരുപാട് വിഷമങ്ങൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിന് മക്കളില്ലാണ്ട് ക്രിസ്തുവാണ് അദ്ദേഹത്തെ സഹായിച്ചെന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു, നിങ്ങൾ കണ്ണടച്ച് കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യേശുവിൻ്റെ ഒരു രൂപം മനസ്സിൽ ധ്യാനിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ കാൽവരിയിൽ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ബലിയായി തീർന്ന ഈശോനോടുള്ളൊരു മുഖമാണ് എനിക്ക് വന്നത്. എനിക്ക് യേശു എൻ്റെ ഹൃദയത്തിൽ തുറന്ന പോലെ ഒരു ഫീലിംഗ് വന്നു. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ധ്യാനത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളെ മെഡിറ്റേറ്റ് ചെയ്യണത് ഈ സിസ്റ്ററാവുന്ന ചേച്ചിമാരായിരുന്നു. അപ്പോൾ കുറച്ച് വിഭാഗത്തിലായിട്ട് ഞാനും ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നമുക്ക് ഈശോയോട് സംസാരിക്കാൻ പറ്റും, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പറയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറയണത് ഈശോ എനിക്ക് റെസ്പോണ്ട് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അനുഭവം പിന്നെ നമ്മൾ പഠിക്കാതിരിക്കുമ്പോഴും അത് ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും കുറേ കൂടി ഈശോയോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈശോ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ കണ്ണീരുകളെ സന്തോഷമാക്കി മാറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്കുണ്ടായിട്ടുള്ള സങ്കടങ്ങളെ യേശു സന്തോഷമാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജോബിൻ്റെ കഥ നമുക്കറിയാം. ഒരുപാട് സഹനങ്ങൾ ജോബ് അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഒരു നിത്യ സൗഭാഗ്യത്തിലേക്കാണ് ജോബ് എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ വിശുദ്ധ അൽഫോൻസമ്മ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വിശുദ്ധയാണ്. സഹനത്തിൻ്റെ വിശുദ്ധ എന്നാണ് അൽഫോൻസമ്മ അറിയപ്പെടുന്നത്. ഒരുപാട് സഹനങ്ങൾ സഹിക്കുമ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടെയാണ് എല്ലാത്തിനെയും നേരിട്ടത്. കാരണം അൽഫോൻസമ്മയ്ക്ക് അറിയായിരുന്നു ഇതിൻ്റെ എല്ലാ അവസാനം ഒരു നിത്യ സൗഭാഗ്യം തന്നെയായിരിക്കും തന്നെ കാത്തിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്കും ഇതുപോലെയുള്ള ഒരുപാട് സഹനങ്ങൾ ഉണ്ടാവുമ്പോൾ അതൊക്കെ യേശുവിൽ സമർപ്പിച്ചിട്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തന്നെ എല്ലാത്തിനും നേരിടാൻ ശ്രമിക്കുക. കാരണം എല്ലാത്തിൻ്റെ അവസാനം നമ്മളെ കാത്തിരിക്കുന്നത് ഒരു നിത്യ സൗഭാഗ്യം തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വസിക്കുന്നുണ്ടോ? നല്ലൊരു കൈയടി കൊടുത്തേ. അവിടെ ഒരു മോളുണ്ട്. മോള് ഫ്രണ്ടിലേക്ക് വന്നേ. ദൈവം നമ്മുടെ കണ്ണീരിനെ തിരിപ്പുകളാക്കി മാറ്റും, അതായത് തിരുശേഷിപ്പുകളാക്കി മാറ്റും. നമുക്ക് വരുന്ന വേദനകളും ദുഃഖങ്ങളൊക്കെ ദൈവം തരുന്ന റോസാപുഷ്പങ്ങളാണ്. വിശുദ്ധ അൽഫോൻസമ്മ തന്നെ പറയുന്നുണ്ട്, എനിക്കൊരു ദിവസം സഹനം കിട്ടിയില്ലെങ്കിൽ ഈശോയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്നാണ്. അപ്പോൾ നമുക്ക് വരുന്ന കണ്ണീരുകളൊക്കെ തിരിപ്പുകളായിട്ട്, അതായത് തിരുശേഷിപ്പുകളായിട്ട് സൂക്ഷിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അവിടെ ഒരു മോൻ വീണ്ടും. ഞാൻ പണ്ട് മോണാക്ടർ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കണ്ട് പോയപ്പോൾ അവരെന്നെ എടുത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷേ മോണാക്ട് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അതിൻ്റെ ഒരു പകർച്ചയാണെന്ന് തോന്നുന്നുണ്ട്. എന്നെ അന്ന് എടുത്തില്ല. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ മേലെ മോണാക്ടിന് പോവില്ല. പിന്നെ അടുത്ത വർഷം ഇതേ മത്സരം വന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ വലിയ നിർബന്ധിച്ച് കൊണ്ടുപോയി. അപ്പോൾ യേശു എന്നോട് പറഞ്ഞു, ഇന്ന് എന്തായാലും നിനക്ക് മോണാക്ടിന് കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയപ്പോൾ അന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ അതിന് ഞാൻ ഒരുപാട് നന്ദി കർത്താവിനോട് പറഞ്ഞു. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. കാരണം എനിക്ക് മോണാക്ട് അധികം അവതരിപ്പിക്കാനൊന്നും അറിയില്ല. ഞാൻ ഈ സ്കിറ്റും നാടകവും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചെറുതായിട്ട് അഭിനയിക്കുമെങ്കിലും ഈ ഒരാൾ തന്നെ 3 ആളായിട്ടൊക്കെ അഭിനയിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ആ കുറവാണെങ്കിൽ കൂടി അത് കർത്താവിൻ്റെ നികത്തി തന്നു. നിങ്ങൾക്ക് ദൈവത്തിൽ സന്തോഷവും ആനന്ദവും അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? അവിടെ ഒരു മോളുണ്ടല്ലോ. ബൈബിള് വായിച്ചിട്ട് തിരുവചനങ്ങളൊക്കെ വായിച്ച് പിന്നെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി ജപമാലയൊക്കെ എത്തിച്ച് സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഞാൻ പൊതുവേ ഇതേപോലെ എന്തെങ്കിലും ബ്ലെസ്സിങ് കിട്ടുമ്പം ഇല്ലെങ്കിൽ എനിക്ക് ഒരു ടൈപ്പ് ജീസസ് യൂത്തിലുണ്ട്. അപ്പം കുറച്ച് നാളായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം യേശു ഇങ്ങനെ വിചാരിക്കാത്ത കാര്യങ്ങൾ തരും. എവറി ഡേ എൻകൗണ്ടർ എന്നൊക്കെ അറിയില്ലേ, അതുപോലെ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ വരുമ്പം ഞങ്ങളിങ്ങനെ പ്രയർ ഗ്രൂപ്പ് കൂടുമല്ലോ. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എനിക്കപ്പോൾ ഭയങ്കര സന്തോഷം. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ചെറുപ്പത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇപ്പം മത്സരത്തിന് ഫസ്റ്റ് കിട്ടുക അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആവുക, അങ്ങനെ കുറേ കുഞ്ഞു നേട്ടങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങളിങ്ങനെ ആദ്യം
ക്ലാസ് വിട്ട് വീട്ടിൽ വരുമ്പം ഒരു രൂപക്കൂടെ ഉണ്ടാവുമല്ലോ, അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ചിലപ്പോൾ ഞാനും അനിയത്തിക്ക് ഒരുമിച്ചിട്ടായിരിക്കും റിസൾട്ടൊക്കെ വരും. അപ്പോൾ ഒരുമിച്ച് അങ്ങനെ കിട്ടുമ്പോൾ ഞങ്ങൾ ഡാൻസൊക്കെ കളിക്കും. നന്ദി ദൈവമേ പാട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവുള്ളൂ. രണ്ടുപേരും ഇങ്ങനെ ആക്ഷൻ സോങ് ഒക്കെ കളിച്ച് ഇങ്ങനെ നല്ല രസമാണ്. അപ്പം എങ്ങനെ ചിലപ്പോൾ നമുക്ക് വേർഡ്സ് കൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ഡാൻസ് കളിച്ചിട്ടാവും, ചിലപ്പോൾ പാട്ട് പാടിയിട്ടായിരിക്കും. എന്തായാലും ഈശോയുടെ ഒരു ബ്ലെസ്സിങ് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. വെറും ചോദ്യോത്തരം അല്ലെങ്കിൽ ഒരു ചർച്ച മാത്രമല്ല, നമ്മുടെ മക്കൾ നല്ലൊരു കലാകാരന്മാർ കൂടിയാണ്. നമുക്ക് അവരുടെ ഒരു പ്രോഗ്രാം കൂടി കണ്ടാലോ? വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. നിറ നിറ പട്ടി നിറ, നിറ നിറ കുട്ട നിറ, പട്ടി നിറ കുട്ട നിറ കൊയ്യാരേ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. ഹൃദയമാണ് വയല്, വചനമാണ് വിത്ത്, വാരി വിതറും കർഷകൻ ക്രിസ്തുനാഥനും. ഹൃദയമാണ് വയല്, വചനമാണ് വിത്ത്, വാരി വിതറും കർഷകൻ ക്രിസ്തുനാഥനും. ഹൊയ്യാരേ ഹൊയ് ഹൊയ്, ഹൊയ്യാരേ ഹൊയ് ഹൊയ്, ഹൊയ്യാരേ ഹൊയ് ഹൊയ്, ഹൊയ്യാരേ ഹൊയ് ഹൊയ്, ഹൊയ്യാരേ 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 ഹൊയ് 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 ഹൊയ്യാരേ ഹൊയ്. കണ്ണു ചിമ്മാതെന്നും കാത്തു കാത്തങ്ങനെ കാലം കടന്നു പോയി, കാറ്റും കടന്നു പോയി. നൂറുമേനി കൊയ്യാൻ എന്നെനിക്കാകുമോ? കാറ്റും കോളും വന്നാൽ എന്തു ചെയ്യും? നൂറുമേനി കൊയ്യാൻ എന്നെനിക്കാകുമോ? കാറ്റും കോളും വന്നാൽ എന്തു ചെയ്യും? വിളവു തന്നതു ദൈവമെങ്കിൽ വെറുതെ എന്തിനു കരയണം? വിളവു തന്നതു ദൈവമെങ്കിൽ വെറുതെ എന്തിനു കരയണം? കാക്കുമവൻ കാവലായി കരുതലായി എന്റെ പാടം, കാക്കുമവൻ കാവലായി കരുതലായി എന്റെ പാടം. അമർത്തിക്കുലുക്കി കൊടുക്കുവാൻ അവനരുളിയ വൻ കൃപ, അമർത്തിക്കുലുക്കി കൊടുക്കുവാൻ അവനരുളിയ വൻ കൃപ. അവയിലെന്റെ ഹൃദയമിന്നു പാടും ഹല്ലേലൂയ, അവയിലെന്റെ ഹൃദയമിന്നു പാടും ഹല്ലേലൂയ. ഹൊയ്യാരേ 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 ഹൊയ്യാരേ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. ഹൊയ്യാരേ ഹൊയ് 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 ഹൊയ്യാരേ ഹൊയ്, ഹൊയ്യാരേ ഹൊയ് 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 ഹൊയ്യാരേ ഹൊയ്. നിറ നിറ വട്ടി നിറ, നിറ നിറ കുട്ട നിറ, വട്ടി നിറ കുട്ട നിറ
ദൈവമല്ലേ ഹൊയ്യാരേ 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 ഹൊയ്യാരേ. വളരെ മനോഹരമായൊരു ഡാൻസ് ആയിരുന്നു അത്, അല്ലേ? അപ്പൊ നല്ലൊരു ഐഡിയ കൊടുക്കണ്ടേ? നല്ലൊരു ഐഡിയ കൊടുത്തേ. ഒരു ചോദ്യോത്തര മത്സരമാണ്. ഞാൻ ചോദിക്കും, നിങ്ങൾ അപ്പൊ തന്നെ ഉത്തരം പറയണം. പറഞ്ഞാൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? എന്ത് കിട്ടും? ഉറപ്പാണോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സമ്മാനം മേടിക്കാൻ റെഡിയാണോ? റെഡിയല്ലേ? പുല്ലുവഴിയിൽ നിന്നും രക്തസാക്ഷിയായി ഉയർത്തപ്പെട്ട വാഴ്ത്തപ്പെട്ടവൾ ആരാണ്? മോള് പറഞ്ഞു. സിസ്റ്റർ റാണി മേരിയാണ്. ആ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മരിച്ചാലും മറക്കില്ല, ഇതാരുടെ ആപ്തവാക്യമാണ്? ആ മോളാണ് ഫസ്റ്റ് പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മോൾക്ക് HMനെ കൊണ്ട് നമുക്കൊരു സമ്മാനം കൊടുപ്പിക്കാം. കൈഡി കൊടുത്തേ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം നമുക്ക്. നമ്മുടെ തൃശ്ശൂർ അതിരൂപതയില്ലേ, ഇത് രൂപതയായിരുന്നു, പക്ഷെ ഇത് അതിരൂപതയായിട്ട് ഉയർത്തിയത് ഒരു വിശുദ്ധനാണ്. അതാരാ വിശുദ്ധൻ എന്ന് ആർക്കെങ്കിലും അറിയോ? അവിടെ ഒരു മോള് പറഞ്ഞല്ലോ. വന്നു പറഞ്ഞു. മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. കറക്റ്റ് ആൻസർ. കൈഡി കൊടുത്തേ. ഓക്കെ, ഈ മോൾക്ക് സമ്മാനം കൊടുക്കാൻ പോകുന്നത് സിസ്റ്റർ ലിൻഡയാണ്. നമുക്ക് സിസ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. നമ്മുടെ ഇടവക സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ അറിയുന്നവർ കൈ പൊക്ക, ഉത്തരം പറയരുത്. 1929. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണെങ്കിൽ കൈ അടിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെ ഇടവകയാണ്. കറക്റ്റാണോ? ഓക്കെ, പറഞ്ഞോ. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോളൂ എന്ന് പറ, കൊണ്ടെത്തിച്ചോളൂ. ആ, കേട്ടില്ലേ? നമ്മുടെ ഇടവകയിൽ ഒരു സംഭവം ഉണ്ട്. എന്താണ്? പാലിയേറ്റീവ് കെയർ. അപ്പോൾ അത് ആരംഭിച്ച വർഷം 2018 ആണോ? 2018 ആണോ? ഉറപ്പാണോ? നിങ്ങൾ പറ, ഉറപ്പാണോ? നിങ്ങളുടെ ഇടവകയല്ലേ, നിങ്ങളുടെ പാലിയേറ്റീവ് കെയർ അല്ലേ? ഉറപ്പാണോ? എന്നാ കൈയടിക്ക്. ഓക്കെ, മോള് വന്നു. അപ്പോൾ ഈ മോൾക്ക് സമ്മാനം കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ടീച്ചറാണ്. നമസ്കാരം. പക്ഷേ നമ്മുടെ ഈ കുട്ടികളെ കുറിച്ചും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കുറിച്ചും ഒന്ന് പങ്കുവെക്കാമോ? തൃശ്ശൂർ അതിരൂപതയിലെ ഏറ്റവും നല്ല യൂണിറ്റായി ബ്രഹ്മകുളം കാറ്റഗിസം യൂണിറ്റ് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ വിദ്യാർത്ഥികളുടെ വിവിധ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിരൂപതയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ മനുഷ്യനെ സ്നേഹിക്കുന്ന, ആദ്യമായി വേണ്ടത് മനുഷ്യനെ സ്നേഹിക്കുന്ന, നല്ലൊരു മനുഷ്യനാവാന്നുള്ളതാണ്. അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ബ്രഹ്മകുളം യൂണിറ്റിൽ ചെയ്തു വരാറുണ്ട്. ഏറ്റവും നല്ല കുട്ടികൾ തന്നെയാണ് നമ്മുടെ യൂണിറ്റിൽ ഉള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ ഒരു പാലിയേറ്റീവ് സെൻ്റർ ഉണ്ട്. ആ പാലിയേറ്റീവ് സെൻ്ററിൽ എല്ലാ വർഷവും വെക്കേഷൻ പീരീഡിൽ കുട്ടികൾ, 10ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ അതിൻ്റെ വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇടവകയിൽ ഏകദേശം ഒരു 6-7 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അവർ വീടുകളിൽ രോഗികളായിട്ടുള്ളവരെ, പ്രായമായിട്ടുള്ളവരൊക്കെ സന്ദർശിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ നമ്മുടെ കുട്ടികളും പോവുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ വിഷമങ്ങൾ അറിയാനും അങ്ങനെ അത് മനസ്സിലാക്കി ഭാവിയിൽ നല്ല മക്കളായി വളരാനും അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കുന്നു. കഴിഞ്ഞ വർഷം ആദിലാബാദ് രൂപതയ്ക്ക് വേണ്ടി 1 ലക്ഷം രൂപ കൊടുക്കുവാനായിട്ട് മിഷൻ സൺഡേ കളക്ഷനായിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചു. അന്നേ ദിവസം ഇവിടെ മിഷൻ സൺഡേ അന്ന് കുട്ടികളും മാതാപിതാക്കളും വിവിധ ഉൽപ്പന്നങ്ങൾ, സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരുടെ സൃഷ്ടികളും, ബോട്ടിൽ പെയിൻറ്റിങ് അതുപോലെയുള്ള വിവിധ സാധനങ്ങൾ കൊണ്ടുവന്ന് ഒരു വിൽപ്പന നടത്തുകയും അങ്ങനെ ശേഖരിക്കുന്ന പൈസയാണ് ഞങ്ങൾ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ഈ വർഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാഗർ രൂപതയെ സഹായിക്കാനാണ്. അപ്പോൾ അതിനുവേണ്ടി 1ാം ഘട്ടമായിട്ട് ഒക്ടോബറിൽ
ഇതുപോലെ മിഷൻ സൺഡേയുടെ അന്ന് ഞങ്ങൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെയുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവന്ന്, സാധനങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ 2ാം ഘട്ടമായിട്ടാണ് ഇന്ന് നടത്തുന്ന ബിരിയാണി ചലഞ്ച് എന്ന് പറയുന്നത്. ഏകദേശം 1300ഓളം കൂപ്പൺ വിറ്റഴിക്കാനായിട്ട് കുട്ടികൾക്ക് സാധിച്ചു. കുട്ടികൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ മാക്സിമം പ്രോത്സാഹിപ്പിച്ചത് ഇവിടെയുള്ള അധ്യാപകരാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ പ്രായമായിട്ടുള്ളവരെ സന്ദർശിക്കാനായിട്ട് കുട്ടികൾ പോകാറുണ്ട്. അങ്ങനെ എല്ലാവിധ പ്രവർത്തനങ്ങളിലൂടെ നല്ല ഒരു സാമൂഹിക ജീവിയായി മാറ്റുക, ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുട്ടികളായിട്ട് വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റ് ചെയ്തു വരുന്ന പ്രവൃത്തി. നമ്മുടെ ഇടവകയിലെ എല്ലാ സമർപ്പിതരെയും, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, അതേപോലെ തന്നെ ബ്രദേഴ്സ്, അവരെല്ലാവരെയും ഞങ്ങളുടെ എല്ലാ ക്ലാസ്സുകളിലെ മക്കൾക്ക് അവരെ വിഭജിച്ചു കൊടുത്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും അവരെ ഓർക്കാനും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസിനോടനുബന്ധിച്ച് കുട്ടികൾ തന്നെ അവർ ഈ സിസ്റ്റേഴ്സിനും വൈദികർക്കൊക്കെ പ്രത്യേകം കത്തുകൾ എഴുതി, ലെറ്റർ എഴുതി ആശംസകൾ അറിയിച്ചു. അതുപോലെ തന്നെ അതിൽ പലരും സിസ്റ്റേഴ്സും വൈദികരൊക്കെ ക്ലാസ്സുകളിൽ വന്ന് കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുത്ത് അവരുടെ സന്തോഷം പങ്കിടുകയും ചെയ്തു. അപ്പോൾ അവരോടുകൂടെ നമ്മളും കൂടി ഉണ്ട്, ഇടവക ജനങ്ങളുണ്ട്, ഇടവകയിലെ വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാക്കാനായിട്ട് അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം, വിഭൂതി ദിനം മുതൽ മാർച്ച് 3 മുതൽ ഡിസംബർ 20 അവസാനിക്കുന്ന രീതിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും, ഇടവകയിലെ എല്ലാവർക്കും വേണ്ടി സമ്പൂർണ്ണ ബൈബിൾ പാരായണം കൂടി നമ്മുടെ കാറ്റഗിസം യൂണിറ്റ് പദ്ധതി അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നേ ദിവസം ശാലോം ടിവിയുടെ നേതൃത്വത്തിൽ ബ്രഹ്മകുളം യൂണിറ്റ് സന്ദർശിക്കുകയും ഞങ്ങളുടെ കുട്ടികളെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടാനും അതേപോലെ തന്നെ ഞങ്ങളുടെ യൂണിറ്റിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാനും അതിനുവേണ്ടി ശ്രമിച്ചതിന് യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. പുഞ്ചിരി അത് വെറും ഒരു പ്രവൃത്തിയല്ല, വെറും ഒരു ആക്ഷൻ അല്ല, അത് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. അത് ഈശോയെ കൊടുക്കേണ്ട ഒരു പ്രവൃത്തി കൂടിയാണ്. ഇന്ന് നമ്മുടെ മക്കൾ നമുക്ക് പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ദേവാലയത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഈശോയോടൊപ്പമായിരിക്കുക, ഈശോയുടെ കൂടെ ആയിരിക്കുക. ഗുഡ് ബൈ.